ഒറ്റ നോട്ടത്തിൽ കറക്റ്റ് നാടൻ വരാല് എന്നല്ല ഇത് ഏത് മീനാണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ ഫുള്ള് കണ്ടാൽ മതി. ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ കോട്ടയം കഞ്ഞിക്കുഴിയിലുള്ള ഒലു പെറ്റ്സ് എന്ന് പറഞ്ഞ പെറ്റ് ഷോപ്പിന്റെ വാതിക്കലാട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെന്ന ആൻഡ്രോനെ കണ്ടിട്ടുണ്ടോ? അതിപ്പോൾ സ്നേഹിഡ് വെറൈറ്റിയിൽ ഹിറ്റ് ആയിക്കൊണ്ടിരുന്ന ഒരു വെറൈറ്റിയാണ്. ഞാൻ പല ഷോപ്പിലും തപ്പി നോക്കിയിട്ട് കിട്ടാത്ത സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഫുൾ അക്വേറിയങ്ങളും നിറയെ മീനുകളും പിന്നെ പെറ്റ്സിനുള്ള ഫുഡ് അക്സസറീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയേ കാണാം. ഇതാണ് നമ്മൾ മേടിക്കാണ്ടി പോകുന്ന സാധനം കേട്ടോ. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലുള്ള ബ്രഹ്മപുത്ര റിവറിലാണ് ഇവ കാണപ്പെടുന്നത് കേട്ടോ. സ്നേഹിഡ് കാറ്റഗറിയിലെ ഏറ്റവും ചെറിയ മീൻ ചെന്ന ആൻഡ്രോ. എന്തൊക്കെയാണെങ്കിലും ഭയങ്കര ഭംഗിയാണ് കാണാൻ കേട്ടോ. ചെന്ന ആൻഡ്രോ കൂടാതെ വേറെ ഒരുപാട് സ്നേഹിഡ് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ചെന്ന സ്റ്റുവർട്ടി ഉണ്ട്, ചെന്ന റെഡ്മാരോ ഉണ്ട്, യെല്ലോ സാൻഡ്രോ ഉണ്ട്, സൂപ്പർ റെഡ് ഉണ്ട്. ഇനി ഒരുപാട് വെറൈറ്റീസ് വരാനുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഈ സ്നേഹിഡ് സ്പീഷീസ് മാത്രമേ ഉള്ളൂ എന്ന്. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള അക്വാട്ടിക് പെറ്റ്സ് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് കണ്ടാൽ ഭയം തോന്നിക്കുന്ന ഇവന്റെ പേരാണ് സനകൽ. പിന്നെ ഞാൻ ഈ പാറ്റ് ഫിഷിനെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഈ കരിമീന്റെ ലുക്കുള്ള ഈ മീനിന്റെ പേരാണ് സെവറം. ചിറക് വിരിച്ചു പിടിച്ച് കിടക്കുന്ന ഏഞ്ചൽ ഫിഷുകളും പല തരത്തിലുള്ള കോയിക്കാർപ്പും. മീനിന്റെ ദേഹത്തുനിന്ന് 2 വള്ളി താഴോട്ട് തൂങ്ങി കിടക്കുന്ന ഇവരാണ് ഗൗര ഫിഷ്. പിന്നെ പേരറിയാൻ മേലാത്ത പരലിനെ പോലുള്ള കുറച്ച് മീനും കൂട്ടമായിട്ട് അക്വേറിയത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി തോന്നിക്കുന്ന ഒരുപാട് മീനുകളുടെ കളക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല പെടയ്ക്കുന്ന ഞണ്ടും നീല നിറത്തിലുള്ള ലോബ്സ്റ്ററും. ഇനിയാണ് മക്കളെ മോൺസ്റ്റർ ഫിഷുകളുടെ വരവ്. മുകളിൽ നിന്ന് എന്ത് താഴെ വീണാലും അപ്പ കയറി സ്ട്രൈക്ക് ചെയ്യുന്ന അരവണയും അരാപ്പയമയും. പിന്നെ ഞാനൊരു മൂലയിലോട്ട് നോക്കിയപ്പോൾ ഇരിക്കുന്നു ഇഗ്വാന. അവനെ കണ്ട് പേടിച്ച് ഞാൻ അവിടെ നിന്ന് മാറി. ഇതിനിടയിൽ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ ഷോപ്പിന് ഓണറായ കെൻസു ചേട്ടൻ. എന്നെ ക്യൂട്ടുണ്ടോ വീട്ടിലൊക്കെ പെറ്റായിട്ട് വളർത്താൻ പറ്റിയ കുഞ്ഞൊരു എലിക്കൂട്ടം കേട്ടോ. അതുകൂടാതെ ഇവിടെ ഒരു മുള്ളമ്പന്നി ഒരു സാധനം ഉണ്ട്. അതുകൂടെ കറക്റ്റ് നമ്മുടെ മുള്ളമ്പന്നിയെ പോലെ ഉണ്ട്. ആണല്ലേ, ഹെഡ്ജോ എന്ന് പറയും. ഇതുകൊണ്ട് കറക്റ്റ് മുള്ളമ്പന്നി ഇതുകൊണ്ട് കേട്ടോ. പിന്നെ വേറെ സാധനം കാണിച്ചില്ല. ഇതുണ്ടോ കേട്ടോ നമ്മുടെ തത്തമ്മ. ഇതിന്റെ പേര് ഇത് അടിപൊളി നിൽപ്പുണ്ടോ. പിന്നെ അവിടെ ഒരു പോമറിനും പപ്പി ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊരു ക്യൂട്ടാന്ന് നോക്കി. ആരുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് ഓമനിച്ചു. എന്റെ ബാക്കിൽ കാണുന്നത് ഫുള്ളും ബേർഡ്സ് ആണ് കേട്ടോ. നിങ്ങൾ നോക്കി, ലവ് ബേർഡ്സ്, ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, ഫിഞ്ചസ്, പൈനാപ്പിൾ കോർണർ, ഇതിന്റെ എല്ലാം ഹാൻഡ് ഫീഡ് എടുക്കുന്ന കുഞ്ഞുങ്ങളെയും ഇവിടെ കിട്ടും. അതുകൂടാതെ നമ്മളൊരു ഡോഗിനെയോ ക്യാറ്റിനോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കേജുകളെ, അതിനെ ഗ്രൂം ചെയ്യാനുള്ള ഐറ്റംസ്, അതിന് സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ കൊടുക്കാനുള്ള പലതരത്തിലുള്ള ഫീഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് പല ബ്രാൻഡിലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലും നമുക്ക് ഇവിടെ കിട്ടും. ഇനി എന്തൊക്കെയാണെങ്കിലും നമുക്ക് വന്ന കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ചെന്ന ആൻഡ്രോയിഡ് നമ്മുടെ കെൻസുചേട്ടൻ തന്നെ നല്ല സേഫ് ആക്കി ഒരു കവറിലാക്കി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്റെ കയ്യോട് ജസ്റ്റ് വന്നിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നമ്മളവിടെ ഒരു ഫുൾ അക്വേറിയം സെറ്റ് ആക്കി വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് തരുകയും ചെയ്തു കേട്ടോ. നമുക്ക് ഇതിനെ നേരെ കൊണ്ട് വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ഐറ്റംസ് വാങ്ങിക്കണമെങ്കിൽ ഒരു പെഡ്സിലേക്ക് നേരെ പോരും. കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം. അവിടുന്ന് പെട്ടെന്ന് തന്നെ ഞാൻ മീനുമായിട്ട് വീട്ടിലേക്ക് എത്തി. നമ്മുടെ സെറ്റിയുടെ ഏറ്റവും കോർണറിൽ തന്നെ അക്വേറിയം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. മീനെല്ലാം പക്ക ആക്റ്റീവ് ആണ്. എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ സ്ട്രൈക്ക് ചെയ്യാൻ നിൽക്കും കേട്ടോ. അപ്പം തന്നെ എനിക്ക് ചെറിയ പൊടിമീനെ കിട്ടിയായിരുന്നു. അവനെ കാണിച്ച് ഞാൻ മയക്കി നേരെ ഇട്ട് കൊടുത്തോ. ഇനി അവിടെ നടന്ന എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, നിങ്ങളിത് കണ്ടാൽ മതി. വന്നങ്ങോട്ട് അടിച്ചങ്ങ് പൊളിക്കും കേട്ടോ. 2 പേർക്കും ഓരോ മീനിട്ട് കൊടുത്തു. അതേ നോക്കി അടിച്ച് പൊളിച്ചു കേട്ടോ. എന്തൊക്കെയാണെങ്കിലും 2 പേരെയും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവരുടെ ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും.